കെപിസിസിയുടെ സ്ഥിരം അധ്യക്ഷനെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു. രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പട്ടിക ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് കൈമാറി. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, കൂടിക്കാഴ്ചകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏകദേശ ധാരണയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? രമേശ് ചെന്നിത്തല എപ്പോഴാണ് കൂടിക്കാഴ്ച രാഹുലുമായി നടത്തുക? പ്രജീഷ് 11:30 രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ വസതിയിലെത്തി കാണും. കൂടിക്കാഴ്ചയ്ക്കായി രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഡൽഹിയിലെത്തി. നേരത്തെ ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിരുന്നു. അന്ന് രമേശ് ചെന്നിത്തലയും ക്ഷണിച്ചിരുന്നതാണ്. പക്ഷേ നിയമസഭാ തിരക്ക് കാരണം പങ്കെടുത്തില്ല. ആ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല ഇന്ന് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. പ്രധാനമായും എങ്ങനെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ധാരണയിലെത്തിയിട്ടുണ്ട്, അതായത് സമവായത്തിലൂടെ. ഇനി വേണ്ടത് KPCC അധ്യക്ഷൻ ആര് എന്ന കാര്യത്തിലാണ്. ഹൈക്കമാൻഡ് തന്നെ അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് വേണ്ട, പകരം സാധാരണ രീതിയിൽ ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശം നൽകും എന്നാണ് അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. AI ഗ്രൂപ്പുകളാകട്ടെ ജാതി മത സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് KPCC അധ്യക്ഷനാകാനുള്ളവരുടെ ലിസ്റ്റുകളൊക്കെ നേരത്തെ കൈമാറിയിട്ടുണ്ട്. ഇന്നലെ ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്ക് രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാഹുൽ ഗാന്ധിയെ കണ്ടു. ഒരു ഏകദേശ ഇനി ഹൈക്കമാൻഡ് വേണം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ. ആരാകണം KPCC അധ്യക്ഷനാകാനെന്ന്. KPCC അധ്യക്ഷന്റെ കീഴിലാകും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുക. വലിയ ഗ്രൂപ്പ് തർക്കങ്ങൾ പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 1-2 ദിവസം പ്രഖ്യാപിക്കാനാകുമെന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ രൂക്ഷമായാൽ അത് നീണ്ടുപോകും. പ്രതീക്ഷ. ശരി സന്തോഷ്. മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരുടെ പൂർണ്ണ പട്ടിക നൽകാൻ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. ചെറുകിട കയ്യേറ്റക്കാരുടെ പട്ടികയും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ദിനകർ ചേരും. ദിനകർ, കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു കയ്യേറ്റക്കാർക്കെതിരെ. ആദ്യഘട്ടമായി ഏത് രീതിയിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്? പ്രജീഷ്, മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൂന്നാറിലെ വൻകിട കയ്യേറ്റക്കാരുടെയും ചെറുകിട കയ്യേറ്റക്കാരുടെയും പട്ടിക നൽകാൻ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം ഈ പട്ടിക പൂർത്തിയാക്കണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാരുടെയും അതോടൊപ്പം തന്നെ കയ്യേറ്റക്കാരുടെയും പട്ടിക വേർതിരിച്ച് തന്നെ നൽകണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാരായി കണ്ടുകൊണ്ട് തന്നെ അവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പട്ടിക നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം കൃത്യമായ പട്ടിക അടിസ്ഥാനത്തിലായിരിക്കും വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക. അത് യാതൊരു വിധത്തിലുള്ള വിവാദങ്ങൾക്കും ഇട നൽകാതെ കൃത്യമായി പട്ടികയുടെ അടിസ്ഥാനത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 21-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പട്ടിക നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് എത്രയും വേഗം നൽകാനും റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ഇടുക്കിയിൽ പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. റവന്യൂ വകുപ്പ് അതിൻ്റെ പണിപ്പുരയിലാണ്. അതിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാൻ പാടില്ല എന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. മെയ് 21-നാണ് ഇടുക്കിയിൽ പട്ടയം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6000-ഓളം പേർക്ക് പട്ടയം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2010 ശേഷം ഇതാദ്യമായി ജൂണിൽ പുതിയ പട്ടയത്തിനുള്ള അപേക്ഷ ക്ഷണിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2010-ൽ LDF സർക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് അന്ന് പട്ടയത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചത്. പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ വന്നുവെങ്കിലും പിന്നീട് ഒരു പട്ടയം പോലും നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ LDF സർക്കാർ പട്ടയം നൽകുന്നതിനുള്ള പുതിയ അപേക്ഷ ക്ഷണിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. പ്രജീഷ്, ദിനകർ, അതായത് LDFന്റെ പ്രകടന പത്രിക അനുസരിച്ചുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്ന് വേണമോ പറയാൻ? അതായത് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വൻകിടക്കാരുടെ ഭൂമിയടക്കം പിടിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഭൂമി ഭൂരഹിതർക്ക് നൽകുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ, കാരണം ഒരുപക്ഷെ ഒരു കാലഘട്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ശക്തമായ ഒരു നിലപാടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടക്കുകയാണോ? LDFന്റെ പ്രകടന പത്രികയിലെ ഒരുപക്ഷെ നിർണായകമായ നിലപാടിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നു എന്നുകൂടി വിലയിരുത്തേണ്ടി വരും.
തീർച്ചയായും പ്രജീഷ്, LDFിൻ്റെ പ്രകടന പത്രികയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭൂമി ലഭ്യമാക്കാനുള്ള നിലപാട് LDF സർക്കാർ സ്വീകരിക്കും എന്നതായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ വൻകിട കയ്യേറ്റക്കാരെയും ചെറുകിട കയ്യേറ്റക്കാരെയും കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിനുള്ള നടപടികൾ ശക്തമാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂന്നാറിൽ പല സംഭവങ്ങളും വിവാദമായിരുന്നു അടുത്തിടെ. അത്തരം വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലാതെ കൃത്യമായ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്ന് തന്നെയാണ് നയം. അതേസമയം കുടിയേറ്റക്കാർ 77 മുൻപുള്ള കുടിയേറ്റക്കാർ കർഷകരായിട്ടുള്ള ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നും സർക്കാർ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പട്ടിക കൃത്യമായി തയ്യാറാക്കിക്കൊണ്ടായിരിക്കും നടപടികളുമായി മുന്നോട്ട് പോവുക. ഒഴിപ്പിക്കുന്ന ഭൂമി ഇല്ലാത്തവർക്ക് നൽകുക എന്ന നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് LDFിൻ്റെ നയമാണ്. പ്രകടന പത്രികയിലും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതും അത്തരം നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രജീഷ്. ശരി, KG ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീംകോടതി വിധി എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് പറയേണ്ടത് താനല്ലെന്ന് TP സെൻകുമാർ. വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കുമോ എന്ന് പറയേണ്ടത് താനല്ലെന്നും തന്റെ അഭിഭാഷകൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സെൻകുമാർ പറഞ്ഞു. അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് ചെയ്യട്ടെ. നോക്കൂ, ഓരോ കാര്യങ്ങൾ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അപ്രോപ്രിയേറ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് ലീഗൽ ആക്ഷൻ എടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ അതേപ്പറ്റി കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കേസ് ഇൻട്രസ്റ്റ് ചെയ്തത് ഹാരിസ് ബീരാനെ പോലുള്ള നല്ല കഴിവുള്ളൊരു അഡ്വക്കേറ്റിനെയാണ്. അപ്പോൾ അദ്ദേഹം അപ്രോപ്രിയേറ്റ് ടൈമിൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തോളൂ. ഞാൻ അധികം കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃശൂർ പൂരത്തിന് അല്പസമയത്തിനകം കൊടിയേറും. തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറുക. കൊടിമരത്തിന്റെ പാരമ്പര്യാവകാശികൾ ഭൂമിപൂജ നടത്തിയ ശേഷം കൊടിക്കൂറ ചാർത്തി ദേശക്കാർ ഉപചാരപൂർവ്വം കൊടി ഉയർത്തും. തുടർന്ന് പാറമേക്കാവിന്റെ കൊടിയേറ്റമാണ്. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, പൂരത്തിന് ഔദ്യോഗികമായി തന്നെ കൊടിയേറ്റ് അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന ആ ചടങ്ങ്, പുരാതനമായ ചടങ്ങ്, അതിലേക്ക് ഇനി എപ്പോഴാണ് കടക്കുക? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പ്രവിശ്യ തീർച്ചയായും പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിക്കുന്ന കൊടിയേറ്റ ചടങ്ങിനാണ് അല്പസമയത്തിനകം തൃശ്ശൂർ നഗരം സാക്ഷ്യം വഹിക്കുക. ആദ്യം തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് കൊടിയേറ്റം നടക്കുക. കൊടിയേറ്റത്തിനായുള്ള കൊടിമരം ഇപ്പോൾ തയ്യാറാക്കി ക്ഷേത്രത്തിൽ എത്തിച്ച് ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാവും കൊടിയേറ്റം നടക്കുക. തുടർന്ന് പാറമേക്കാവ് ക്ഷേത്രത്തിലെ കൊടിയേറ്റവും തുടർന്ന് നടക്കും. ഇതോടൊപ്പം കണിമംഗലം, കാരമുക്ക്, പനമുക്കുംപള്ളി, ജംബുക്കാവ്, ചൂരക്കോട്ടുകാവ്, ലാലൂർ, അയ്യന്തൂർ, നെയ്തിലക്കാവ് തുടങ്ങിയ ഘടകക്ഷേത്രങ്ങളിലും ഇതേ ദിവസം തന്നെ ഇതോടൊപ്പം തന്നെ കൊടിയേറും. ഈ ഒരു ചടങ്ങോടുകൂടിയാണ് 7 ദിവസം നീളുന്ന പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കം ആകുന്നത്. തിരുവമ്പാടിയിലെ കുടിയേറ്റത്തിന് ശേഷം കുടിയേറ്റത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ദേവി ഉച്ചയോടുകൂടി പൂരപ്പുറപ്പാട് ആരംഭിക്കും. തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ എത്തിയ ശേഷം നായ്ക്കനാലിലും നടുവിലാലിലും പൂരപതാക ഉയർത്തുന്നതോടുകൂടി തിരുവമ്പാടിയുടെ ചടങ്ങുകൾക്ക് തുടക്കമാവും. അതോടൊപ്പം പാറമേക്കാവിൽ വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷിയാക്കി ദേശക്കാർ സിംഹമുദ്രയുള്ള കൊടിക്കൂറ ഉയർത്തും. സിംഹമുദ്രമുള്ള കൊടിക്കൂറ പാറമേക്കാവ് ദേവസ്വത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. തുടർന്ന് ക്ഷേത്രത്തിന് സമീപത്തെ പാലമരത്തിലും മണികണ്ഠൻ ആലിലും കൊടി നാട്ടുന്നതോടുകൂടിയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കം. അതിന് ഏതായാലും ഇത്തവണ കേന്ദ്ര എസ്കോർട്ടി വിഭാഗത്തിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് കൊടി ഉയർത്തലിനോട് അനുബന്ധിച്ചുള്ള ആചാരപരമായ വെടിക്കെട്ടിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയമിട്ട ചൈന തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾക്ക് അല്ലെങ്കിൽ വെടിക്കെട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പാറമേക്കാവിന്റെ ചടങ്ങുകൾ ആകർഷകരമായ ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൊടി ഉയർത്തലാണ് ഇത്തവണ ഉണ്ടാവുക. തുടർന്നുള്ള ദിവസങ്ങളിലുള്ള വെടിക്കെട്ടും സാമ്പിൾ വെടിക്കെട്ടും പ്രധാന വെടിക്കെട്ടും ഇത്തരത്തിൽ സമാന രീതിയിലുള്ള ഒരു ആശങ്ക നിർമ്മിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അനുമതി ലഭ്യമായില്ലെങ്കിൽ പ്രധാന വെടിക്കെട്ടുകൾക്കും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ബാധിച്ചിട്ടുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ദേവസ്വങ്ങൾ. ശരി ദിൽജിത്ത്. വരൾച്ച മൂർച്ഛിച്ചതോടെ ദൗർബല്യത്താൽ വലയുകയാണ് കർഷകരും. എന്നാൽ ജലസേചനത്തിനുള്ള ജലം പാഴാക്കാതെ എങ്ങനെ പുനരുപയോഗിക്കാം എന്ന ആശയം മുന്നോട്ട് വെച്ച് കർഷകർക്ക് പ്രതീക്ഷ നൽകുകയാണ് തിരുവനന്തപുരം നഗരസഭ.
കഠിനമായ വരൾച്ചയിൽ ജലദൗർലഭ്യമാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. ജലാശയങ്ങൾ വറ്റിവരണ്ടതോടെ കർഷകരും ആത്മഹത്യയുടെ വക്കിലാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ കർഷകർക്ക് പുതുജീവൻ നൽകുന്ന ജലപുനരുപയോഗമാണ് തിരുവനന്തപുരം നഗരസഭ മുന്നോട്ടുവയ്ക്കുന്നത്. ഇതെങ്ങനെ എന്നല്ലേ? മത്സ്യകൃഷി നടത്തുന്ന കുളമാണിത്. ഈ കുളത്തിലെ വെള്ളം അടുത്തതായി താറാവുകളുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നു. തുടർന്ന് അവിടെ നിന്നും ഉപയോഗിച്ച് വെള്ളം കളയുന്നതിന് പകരം അത് നെൽകൃഷിക്കായി ഉപയോഗിക്കുന്നു. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജയശ്രീ, ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളം തന്നെ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട്, പരമാവധി എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റേ വെറുതെ വെളിയിലേക്ക് കളയേണ്ടി വരുന്ന വെള്ളം നമ്മൾ ഈ ചെടിക്ക്, അതായത് പിന്നെ നമ്മുടെ നെൽകൃഷിക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു മോഡലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കൃഷിക്കായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ദുരുപയോഗവും ഇത് തടയുന്നു. ഇത് നഗരസഭയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. എന്നാൽ ഇത് മാതൃകയാക്കിയാൽ വരൾച്ചയിൽ ജീവിതം വഴിമുട്ടിയ കർഷകന് അത് പ്രതീക്ഷയുടെ നാമ്പുകൂടിയാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് ദാവൂദ് പാകിസ്ഥാനിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കറാച്ചിയിലെ ആശുപത്രിയിൽ ദാവൂദ് ചികിത്സയിലെന്ന് സൂചന. ഹൃദയാഘാതത്തെ തുടർന്ന് കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ അവസ്ഥ ഗുരുതരമാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനായ അധോലോക നായകൻ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്ന വാർത്തയ്ക്ക് ഈ സംഭവത്തോടെ ഒരു സ്ഥിരീകരണം കൂടി ലഭിച്ചിരിക്കുകയാണ്. ദാവൂദ് പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്ന് രാജ്യം പല പ്രാവശ്യം വ്യക്തമാക്കുകയും ദാവൂദിനെ കൈമാറണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാനെ പലവട്ടം സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദാവൂദ് രാജ്യത്തില്ല എന്ന നിലപാടാണ് പാകിസ്ഥാൻ ആവർത്തിച്ചത്. ദാവൂദ് പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ടെന്നതിന്റെ തെളിവ് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ സമ്പന്നർ താമസിക്കുന്ന കറാച്ചിയിലെ ക്ലിഫ്റ്റണിലെ മേൽവിലാസം ഇന്ത്യ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദാവൂദ് രോഗബാധിതനാണെന്ന വാർത്ത ഒരു വർഷം മുമ്പും പുറത്തു വന്നിരുന്നു. എന്നാൽ ദാവൂദിന്റെ അനുയായികൾ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. കശുവണ്ടി വ്യവസായ മേഖലയിലെ മാറ്റത്തിന്റെ തുടർച്ച വിളംബരം ചെയ്തുകൊണ്ട് കാപെക്സിന്റെ ഫാക്ടറികളിൽ 519 പുതിയ തൊഴിലാളികൾക്ക് നിയമനം. പണിക്ക് കയറാനെത്തിയ പുതിയ തൊഴിലാളികൾക്ക് പൂക്കൾ നൽകി ചെയർമാൻ കൊല്ലായിൽ സുദേവൻ കൊല്ലം പെരുമ്പുഴ ഫാക്ടറിയിൽ തൊഴിലാളികളെ സ്വീകരിച്ചു. 3000-ഓളം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുക. കാപെക്സിന്റെ 10 ഫാക്ടറികളിലെ ഷെല്ലിംഗ് വിഭാഗത്തിലാണ് തൊഴിലാളികൾക്ക് നിയമനം ലഭിച്ചത്. പീലിംഗ്, ട്രേഡിംഗ് വിഭാഗങ്ങളിലും പുതിയ തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്നുണ്ട്. 2006-2011 6500 തൊഴിലാളികൾ കാപെക്സിൽ പണിയെടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തൊഴിലാളികളുടെ എണ്ണം 3400 ചുരുങ്ങി. UDF സർക്കാരിന്റെ കാലത്ത് പുതിയ നിയമനങ്ങൾ നൽകിയില്ലെന്ന് മാത്രമല്ല, നിലവിലുള്ള തൊഴിലാളികൾ പട്ടിണിയിലാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നാടൻ തോട്ടണ്ടി സംഭരിച്ച് കാപെക്സും കാഷ്യൂ കോർപ്പറേഷനും വെല്ലുവിളികളെ അതിജീവിച്ച് മികച്ച തൊഴിൽദാതാവായി മാറുന്നത്. പീലിംഗിലേക്ക് 300ഓളം തൊഴിലാളികളെ എടുക്കുന്നതിന് വേണ്ടിയാണ് കാപെക്സ് തീരുമാനിച്ചത്. LDF ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിലപാടിൻ്റെ ഭാഗമായി PCKയിൽ നിന്നും നാടൻ തോട്ടണ്ടി സംഭരിക്കാനും നാടൻ തോട്ടണ്ടി ഉപയോഗിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പുതിയ സംരംഭത്തിലേക്കാണ് കാപെക്സും കാഷ്യൂ കോർപ്പറേഷനും മുന്നോട്ട് വന്നിട്ടുള്ളത്. തുടർച്ചയായി 40 ദിവസത്തെ പണിക്കുള്ള തോട്ടണ്ടി കാപെക്സ് സംഭരിച്ചു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തോട്ടണ്ടി കൂടി ലഭിക്കുന്നതോടെ കൂടുതൽ തൊഴിൽ ദിനങ്ങളെന്ന നേട്ടമാണ് 2 പൊതുമേഖലാ സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനകീയ കൂട്ടായ്മയിൽ വിളഞ്ഞ മെത്രാൻകായൽ ബ്രാൻഡഡ് റൈസ് വിപണിയിലേക്ക്. ഓയിൽ പാം ഇന്ത്യയുടെ വെച്ചൂർ മോഡേൺ റൈസ് മില്ലിൽ കുത്തിയെടുത്ത തവിടോടുകൂടിയ അരി അടുത്തയാഴ്ച വിൽപ്പനയ്ക്കെത്തും. UDF സർക്കാർ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് നികത്താൻ വിട്ടുകൊടുത്ത നിലത്താണ് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിലൂടെ വിത്ത് വിതച്ചത്. മെത്രാൻകായൽ പാടശേഖരത്തു നിന്ന് ലഭിച്ച 350 ടൺ അരി ഓയിൽ പാം ഇന്ത്യയുടെ വെച്ചൂർ മോഡേൺ റൈസ് മില്ലിൽ എത്തിച്ചു കഴിഞ്ഞു. 1 കിലോ നെല്ലിന് 22 രൂപ 50 പൈസ നിരക്കിൽ കർഷകർക്ക് നൽകുകയായിരുന്നു നെല്ല് സംഭരണം. പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത മെത്രാൻകായലിൽ കൊയ്ത്ത് അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഇനിയും 200 ടൺ നെല്ല് വെച്ചൂർ മില്ലിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈസ് മില്ലിലെ ആധുനിക പാർബോളിംഗ് യന്ത്രത്തിൽ പോഷകഗുണം നഷ്ടപ്പെടാത്ത വിധം നെല്ല് പുഴുങ്ങിക്കുത്തിയാണ് അരിയാക്കുന്നത്. തവിട് കളയാത്ത അരി 2, 5, 10 കിലോ പാക്കറ്റുകളിലാക്കിയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓയിൽ പാം ഇന്ത്യ ചെയർമാൻ വിജയൻ കുനിശ്ശേരി പറഞ്ഞു.
അപ്പോൾ ആ നെല്ല് മുഴുവൻ ഓയിൽ പാം ഇന്ത്യ സംസ്കരിച്ച് അരിയാക്കി ഈ മാർക്കറ്റിൽ എത്തിക്കുമെന്ന് അന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞങ്ങൾ 312 മെട്രിക് ടൺ നെല്ല് ഇതുവരെ സംഭരിച്ചു. ചക്രം ചവിട്ടുന്ന കർഷകനും നെൽക്കറ്റയേന്തിയ കർഷക തൊഴിലാളിയും വള്ളംകളിയും കരിമീനും നെൽപ്പാടവും അടങ്ങുന്ന കുട്ടനാടൻ പശ്ചാത്തലമാണ് മെത്രാങ്കായൽ ബ്രാൻഡ് അരിയുടെ പാക്കറ്റിന്റെ പുറത്തെ ചിത്രം. വയലുകളും ജലസ്രോതസ്സുകളും നികത്തിയുള്ള വികസനത്തിലുള്ള ബദൽ മാതൃകയാണ് മെത്രാങ്കായലിൽ കൃഷിയിറക്കി അരി ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നതിലൂടെ LDF സർക്കാർ ലോകത്തിന് പകരുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകൻ ജോൺസ് കെ മംഗലം രചിച്ച ആരോഗ്യത്തിന് ഹാനികരം മലയാളിയുടെ ആസക്തികൾ എന്ന പുസ്തകം തൃശൂരിൽ പുറത്തിറക്കി. കൈരളി TV മാനേജിംഗ് ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമായ ജോൺ ബ്രിട്ടാസാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ആസക്തികളെയും ലഹരികളെയും തുറന്നുകാട്ടുന്ന പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. കുടിയന്റെ കുംഭസാരം എന്ന ആത്മകഥാപരമായ കൃതിയിലൂടെ ശ്രദ്ധേയനായ ജോൺസ് കെ മംഗലത്തിന്റെ പുതിയ പുസ്തകമാണ് തൃശൂരിൽ പുറത്തിറക്കിയത്. 36 വയസ്സുവരെ ലഹരികൾക്ക് അടിമയായിരുന്ന ശേഷം ആസക്തികളിൽ നിന്ന് വിമുക്തി നേടിയ ജോൺസന്റെ മൂന്നാമത്തെ പുസ്തകമാണ് ആരോഗ്യത്തിന് ഹാനികരം മലയാളിയുടെ ആസക്തികൾ. കേരളീയരുടെ ജീവിതത്തിലെ ആസക്തികളെ തുറന്നു കാട്ടുന്ന പുസ്തകം കൈരളി TV മാനേജിംഗ് ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമായ ജോൺ ബ്രിട്ടാസാണ് പ്രകാശനം ചെയ്തത്. നമുക്കൊക്കെ തിരിച്ചടിയേറ്റാൽ ആ തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ഒരിക്കലും പുറത്തു പറയാതെ ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മാഷ് ഏറ്റവും കൂടുതൽ കൈവശം വെച്ചിരിക്കുന്ന ശക്തി ആയുധം, വജ്രായുധം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ്. തൃശൂർ കേരളവർമ്മ കോളേജിലെ ഫിലോസഫി വിഭാഗം തലവനും മദ്യാസക്തരുടെ രോഗവിമോചനത്തിനായി പ്രവർത്തിക്കുന്ന പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനുമാണ് ഗ്രന്ഥകർത്താവായ ജോൺസൺ കെ മംഗലം. DC ബുക്സാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ചടങ്ങിൽ ഡോക്ടർ ഭാനുമതി, ദീപ നിശാന്ത, മണിലാൽ, TS വസന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലിന് കൊല്ലം ആയൂർ അമ്പൂരി ഫെറോനകളുടെ നേതൃത്വത്തിൽ തെക്കൻ മേഖലയുടെ സ്വീകരണം നൽകി. തിരുവനന്തപുരം ലൂർദ് ഫെറോനയിൽ നടന്ന സ്വീകരണ ചടങ്ങ് ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. മേയർ VK പ്രശാന്ത്, ആർച്ച് ബിഷപ്പുമാരായ മാർ ജോസഫ് പെരുതോട്ടം, മാർ ക്ലിമീസ് കത്തോലിക്ക ബാബ, ഡോക്ടർ M. സുസൈപാക്യം എന്നിവർ സംസാരിച്ചു.